Okay, we are already completed module 1. So today we are starting module 2. It's a project planning and estimation. So today's video we are going to discussing about project planning, the scopes and objectives and the work breakdown structure. It's a very important concept. Work breakdown structure, its definition, need, and we are going to discuss the simple examples. That's all in this video. So, what is a project planning means? If you have a question to define a project planning, we can write a project planning is a process of defining how a software project will be completed within the available time, cost, and resources. We can write in a simple way. And what are the different steps in project planning? You have already a diagram, and we need to simplify the steps. Then we need to define the project objective first and identify the project scope, and then develop a work breakdown structure. We are going to discussing about that. And next is estimate the effort and cost and assigning the resources. Then prepare the project schedule and identify the risks and monitor and update the plan. It's a simple step. We can when we are just reading the steps, we can know what is going to what are the concepts behind this. So it's a diagram. The zero steps, just selecting the projects and identify the project objectives. We have different project objectives are there to meet, and identify the project infrastructure and analyze the project characteristics. What are different characteristics in our projects have? Identify the project activities and estimate the effort for an activity, and identify the activity risks. Identify the activity risks and allocate the resources, and 8, the review and publish the plan. Review the plan and execute the plan. And next is lower level planning. So the loop will be continued. The simple diagram, you should draw the diagram in your exams. That may get the more chance to get the full marks. Okay. So next we are going to discussing about the scope and objectives. നമ്മളെ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും നമ്മളെ സിലബസിൽ ഓൾറെഡി ഉള്ളതാണ്. സോ അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 1 by 1 2 3 എന്ന് പറഞ്ഞ സ്കോപ്പും ഒബ്ജക്റ്റീവ്സും നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ഒബ്ജക്ട്സ് ആൻഡ് മെഷേഴ്സ് ഓഫ് എഫക്റ്റീവ്നെസ് ആണ്. അഥവാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്ന് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ആൻഡ് മെഷേഴ്സ് ഓഫ് എഫക്റ്റീവ്നെസ്. നമുക്ക് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് എസ്റ്റാബ്ലിഷ് ദ പ്രൊജക്റ്റ് അതോറിറ്റി. പ്രൊജക്റ്റിന്റെ അതോറിറ്റിയെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ആരാണ് പ്രൊജക്റ്റിന്റെ അതോറിറ്റി എന്ന് മനസ്സിലാക്കുക. ഐഡന്റിഫൈ ദ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ പ്രൊജക്ട് ആൻഡ് ദെയർ ഇൻട്രസ്റ്റ്. നമ്മളെ പ്രൊജക്റ്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും ഐഡന്റിഫൈ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റ് കൊണ്ട് ഗുണം ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ അവരൊക്കെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഹു വിൽ ബി അഫക്റ്റഡ് ഇൻവോൾവ് ഇൻ ദ പ്രൊജക്ട്. ആരൊക്കെ നമ്മളിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ അവരെല്ലാം നമ്മുടെ പ്രൊജക്റ്റിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അതുപോലെ തന്നെ മോഡിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഇൻ ലൈറ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ്സിനെ മോഡിഫൈ ചെയ്യാം. പിന്നെ എസ്റ്റാബ്ലിഷ് ദ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൾ പാർട്ടീസ്. എല്ലാവരും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ടുള്ളത്. പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതിന് ഉള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്.
ദെൻ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെറിയൊരു ഇത് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, വാട്ട് ഈസ് എൻ ഇമ്പോർട്ടൻസ് ഇൻ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. നമുക്ക് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ പോകുന്നതിന് മുന്നേ അതൊന്ന് സിമ്പിളായിട്ട് ആ ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിനെ ഡിഫറെൻറ്റ് ടാസ്കുകളാക്കി മാറ്റിയിട്ട് അതിന് വീണ്ടും ഡിഫറെൻറ്റ് ടാസ്കുകളാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വർക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സുകളാക്കി മാറ്റിയിട്ട് അത് സോൾവ് ചെയ്യുന്ന ഒരു രീതിയാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡും കൂടിയാണ്. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും, സപ്പോസ് ഏതൊരു കാര്യമാണെങ്കിലും, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പ്രോജക്ട്സ്. നമ്മൾ എന്തെങ്കിലും ചെറിയൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ ആ വലിയ വർക്കിനെ ചെറിയ മൊഡ്യൂൾസ് ആക്കി മാറ്റും. നമ്മുടെ സിലബസ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കി മാറ്റിയിട്ട്, ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആക്കി മാറ്റിയിട്ട് ആ ഓരോ ടോപ്പിക്സ് ആണ് നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ആ ഓരോ ടോപ്പിക്സ് നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി ഓവറോൾ നല്ലൊരു ഐഡിയ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ആക്യുറസി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ നോളജിന് നമുക്ക് കുറഞ്ഞു വരും. അപ്പോൾ നിങ്ങൾ സിലബസിലുള്ളത് എത്രത്തോളം ഡീപ്പായിട്ട് ബ്രേക്ക് ചെയ്ത് പഠിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എക്സാമിനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെറ്റിംഗ് ഇൻ എ പ്രൊജക്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ, ഡിവൈഡിങ് ദ കോംപ്ലക്സ് പ്രൊജക്ട് ഇൻറ്റു സിമ്പിൾ ആൻഡ് മാനേജബിൾ ടാസ്ക് ഈസ് എ, അതിനെ നമ്മൾ ആ പ്രോസസ്സിനെ നമുക്ക് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയാം. കോംപ്ലക്സ് പ്രൊജക്റ്റിനെ സിമ്പിൾ ആയിട്ടുള്ള മാനേജബിൾ ആയിട്ടുള്ള ടാസ്കുകളാക്കി മാറ്റുന്നതിനാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, വീഡിയോസ് വളരെ ലെങ്ത് ആയി പോകും. ബാക്കി നിങ്ങൾക്ക് സൈഡിൽ വായിച്ചാൽ മനസ്സിലാവും. അതുപോലെ ഇന്നെ പ്രൊജക്ട് മാനേജ്മെന്റ്, എ സിസ്റ്റം എഞ്ചിനീയർ ആൻഡ് ഡെലിവറബിൾ ഓറിയന്റഡ് ഡീകമ്പോസിഷൻസ് ഓഫ് പ്രൊജക്ട് ഇൻ ടു സ്മോളർ കോമ്പണൻസ്. ചെറിയ ചെറിയ കോമ്പണൻസ് ആക്കി മാറ്റുകയാണ്. എ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എലമെന്റ്സ് മേ ബി പ്രൊഡക്റ്റ്, ഡാറ്റ, സർവീസ് ഓർ എനി അതർ combinations. A work breakdown structure also provides a necessary framework for detailed cost estimation and control, along with providing guidance to schedule development and control. ഈ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ നമ്മൾ ചെയ്യുന്നതിലൂടെ കൂടെ നമുക്ക് കോസ്റ്റ് എസ്റ്റിമേഷനും അതുപോലെ തന്നെ പ്രൊജക്ട് കൺട്രോളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബിൽഡിംഗ് എ കോട്ടേജ്. ഒരു കോട്ടേജ് നമ്മൾ ബിൽഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം സൈറ്റ് പ്രിപ്പയർ ചെയ്യണം. ബൈയിങ് റിസോഴ്സസ്, കൺസ്ട്രക്ഷൻ, ക്ലീനിങ്, ഹാൻഡ് ഓവർ, ഡെലിവറി. നമുക്ക് ഓരോ ടാസ്കിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാസ്കുകളാക്കി മാറ്റിയിട്ട് അത് ഓരോന്ന് എടുത്തിട്ട് ചെയ്യുന്നതിന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. ഫ്യൂ റീസൺ ഫോർ ക്രിയേറ്റിംഗ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ: accurate the readable project organization, accurate assignments of responsible to the project team, indicates the project milestones and control points, helps to estimate the cost, time and risk, illustrate the project scope so the stakeholders can have a better understanding for the same. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്തിന് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരും. ഞാൻ എക്സ്പ്ലനേഷൻ വരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ഓൾസോ ഗോൾ ഫോർ എന്തിനാണ് നമ്മൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എടുക്കുന്നത്? ഗിവിങ് എ വിസിബിലിറ്റി ടു ഇമ്പോർട്ടൻറ്റ് വർക്ക്സിന് നമുക്ക് അതിന് വിസിബിലിറ്റി ഉണ്ടാവും. ആൻഡ് ഗിവിങ് എ വിസിബിലിറ്റി ടു റിസ്ക് ആൻഡ് വർക്ക് എഫേർട്ട്. വർക്ക് എഫേർട്ടിന് റിസ്കി ആയിട്ടുള്ള വർക്കിനെ നമുക്ക് വിസിബിൾ ആവും. ഏതാണ് റിസ്കി ആയിട്ടുള്ള വർക്ക്, ഏതാണ് നമുക്ക് അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു വിസിബിലിറ്റി ഉണ്ടാവും. ഇല്യൂസ്ട്രേറ്റ് ദ കൊറിലേഷൻ ബിറ്റ്വീൻ ആക്ടിവിറ്റീസ് ആൻഡ് ഡെലിവറബിൾസ്. ആക്ടിവിറ്റീസും ഡെലിവേഴ്സും തമ്മിൽ എന്താണ് അതിൻ്റെ കൊറിലേഷൻ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഷോ ദ ക്ലിയർ ഓണർഷിപ്പ് ബൈ ടാസ്ക് ലീഡേഴ്സ്. ഓരോ ടാസ്ക് കൊടുക്കുന്ന ആളുകൾക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതോടെ വർക്കിൻ്റെ എഫക്റ്റീവ്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും.